ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച് ദേവസ്വം മന്ത്രി. സംഗമത്തിന് ചെലവായ തുക ദേവസ്വം ബോർഡിനെ തിരികെ നൽകിയെന്ന മന്ത്രി. എന്നാൽ തുക പൂർണ്ണമായും തിരികെ നൽകിയിട്ടില്ലെന്ന് SIT. 3,40,00,000 രൂപയാണ് നഷ്ടമായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. വിശദാംശങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, സൂചിപ്പിച്ചതുപോലെ തന്നെ 3,40 കോടി രൂപയാണ് നഷ്ടമായത്. പക്ഷേ പൂർണ്ണമായും തുക നൽകിയിട്ടില്ല എന്നാണ് SIT തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ഈ ശബരിമല അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ തന്നെ ഹൈക്കോടതി കർശനമായൊരു നിർദ്ദേശം നൽകിയത് ദേവസ്വം ബോർഡിന്റെ പണം ഇതിനുവേണ്ടി ഉപയോഗിക്കരുത്, ഭക്തരുടെ പണം ഉപയോഗിച്ചുകൊണ്ടാവരുത് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നായിരുന്നു. ഇക്കാര്യം സർക്കാർ ഹൈക്കോടതിയിൽ അംഗീകരിക്കുകയും ചെയ്തതാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിക്കില്ല എന്നായിരുന്നു ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയത്. എന്നാൽ പുറത്തു വരുന്ന കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നും 3 കോടി രൂപ അഡ്വാൻസായി വാങ്ങിയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിനുശേഷം ദേവസ്വം മന്ത്രി തന്നെ നിയമസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പണം ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്, ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട സ്പോൺസർമാർ പണം നൽകാതിരുന്നതോടെ ആഗോള അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി അതുപയോഗിച്ചാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ഇതിനുശേഷം ഈ പണം ദേവസ്വം ബോർഡിനെ തിരികെ നൽകി എന്നാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ SIT പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പണം പൂർണ്ണമായും നൽകിയിട്ടില്ല. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത പണം പൂർണ്ണമായും തിരികെ നൽകിയിട്ടില്ല എന്നാണ് SIT പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ കാറ്റിൽ പറത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 4 കോടി രൂപയ്ക്കടുത്താണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി ചെലവായത്. നമുക്കറിയാം, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്ത് സർക്കാർ അവകാശവാദമായി പറഞ്ഞത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ഇതിനായി കൂടുതൽ സ്പോൺസർമാരെ കണ്ടെത്തുക, നിക്ഷേപങ്ങൾ ആകർഷിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ആളൊഴിഞ്ഞ കസേരകളൊക്കെയായിരുന്നു നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അത്യാധുനിക ടെൻറ്റുകളൊക്കെ ഒരുക്കി ആളുകളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വൻ വ്യവസായികൾ ഉൾപ്പെടെ അവിടേക്ക് എത്തുമെന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും അത്തരത്തിലുള്ള കാഴ്ചകളും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ അയ്യപ്പ ഭക്തരായ വ്യവസായികൾ ഉൾപ്പെടെ ഇവിടേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ആഗോള അയ്യപ്പ സംഗമം വൻ പരാജയമായി മാറുകയും ചെയ്തു. എന്നാൽ ഇതിനായി 4 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നും 3 കോടി രൂപ ചെലവഴിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ 3 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നത്. അതായത് രാജീവ്, ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ധൂർത്ത് നടത്തുന്നു. ആളില്ല അയ്യപ്പ സംഗമമാണ് നടത്തിയത്. എന്നാൽ ഈ തുക ചെലവാക്കിയതൊക്കെയും ദേവസ്വം ബോർഡിനെ നൽകിയെന്നാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ അതപ്പാടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായും ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിനായി ചെലവഴിച്ച ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് ചെലവഴിച്ച പണം പൂർണ്ണമായും തിരികെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കണക്കുകളിൽ വന്ന ചില തെറ്റിദ്ധാരണകളാണ്, അല്ലാതെ പണം തിരികെ നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ ഈ പണം പൂർണ്ണമായും തിരികെ നൽകിയിട്ടില്ല. 4 കോടി രൂപയ്ക്കടുത്താണ് ചെലവായിരിക്കുന്നത്. അതിൽ 3 കോടി രൂപ ദേവസ്വം ബോർഡ് നൽകുന്നു. പ്രധാനപ്പെട്ട സ്പോൺസർമാർ എന്ന് പറയുന്നത് ഒന്ന് കേരള ബാങ്കാണ്, ഒന്ന് ധനലക്ഷ്മി ബാങ്കാണ്, ഒന്ന് അദാനിയാണ്. ഈ 3 പേരാണ് പ്രധാനപ്പെട്ട സ്പോൺസർമാരായി ഇതിനുണ്ടായിരുന്നത്. അതിൽ തന്നെ 2 കോടി രൂപ കേരള ബാങ്ക്, 1 കോടി ധനലക്ഷ്മി ബാങ്കും 1 കോടി അദാനിയും നൽകും എന്ന രീതിയിലായിരുന്നു ഈ സ്പോൺസർഷിപ്പ് പറഞ്ഞത്. അതനുസരിച്ചാണ് 4 കോടി കണക്കാക്കിയതെങ്കിൽ ഈ സ്പോൺസർമാർ പണം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഈ തുക ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത് വിനിയോഗിക്കുന്നു. ഒരുപക്ഷെ ഈ കണക്കുകൾ അതിനും അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. തുടക്കം മുതൽ ഹൈക്കോടതി എന്താണോ പറഞ്ഞിരുന്നത്, അതായത് ദേവസ്വം ബോർഡിന്റെ പണം എടുക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ്, പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് മാത്രമല്ല അതിനുവേണ്ടി ദേവസ്വം ബോർഡിന്റെ പണം എടുക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്ര തുക ചെലവായി, ഏതൊക്കെ സ്പോൺസർമാരാണ് പണം നൽകിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കണമെന്നാണ് നിലവിൽ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് ഉള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്, കണക്കുകൾ തയ്യാറാക്കി വരികയാണ് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നിയമസഭയെ രേഖാമൂലം തന്നെ ദേവസ്വം മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഈ പണം പൂർണ്ണമായി നൽകാതിരിക്കാൻ
പരിശോധിക്കുമ്പോഴാണ് ഈ പണം നൽകിയെന്ന് നിയമസഭയിൽ രേഖാമൂലം ദേവസ്വം മന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത്. SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടും അതുപോലെ തന്നെ ഇന്ന് പോകാനിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും വായിക്കുകയാണെങ്കിൽ പൂർണ്ണമായും പണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. 4 കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരുന്നു. 3 കോടി രൂപ ദേവസ്വം ബോർഡ് നൽകുന്നു. ഈ പണം പൂർണ്ണമായും നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതായത് യഥാസമയം സ്പോൺസർമാർ പണം നൽകിയില്ല എന്നാണ് ഇതിന് കാരണമായി സർക്കാർ മുന്നോട്ട് വെക്കുന്ന അവകാശവാദം. ഏതായാലും ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള സാധ്യതയുണ്ട്. പണം സ്പോൺസർമാർ നൽകി എന്നൊരു റിപ്പോർട്ടായിരിക്കും സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകുക. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദേവസ്വം മന്ത്രി നിയമസഭയെ പരസ്യമായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല ഫണ്ട് വിനിയോഗത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തിരിമറികൾ നടന്നു എന്ന സംശയത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. SITയും ആ ഒരു സംശയം ഹൈക്കോടതിയിൽ ഉന്നയിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഘവും അന്വേഷണ പരിധിയിലേക്ക് വരുമോ എന്നാണ് അറിയേണ്ടത്. മാത്രമല്ല ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് അതും നിർണായകമാകും. സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കുന്നതാണ് ഈ സംഭവം. നേരത്തെ തന്നെ ഈ വിശ്വാസികൾ ചോദിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തിനാണ് ഈ കോടികൾ ചെലവഴിച്ചുകൊണ്ട് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്? അതുകൊണ്ട് സാധാരണക്കാരായ ഭക്തർക്ക് എന്ത് പ്രയോജനമുണ്ടാകുമെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം വലിയ പരാജയമായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല അതിനുശേഷം തുലാമാസ പൂജകൾക്കായി നട തുറന്ന ഒരു സമയത്ത് നമ്മൾ ഈ പമ്പയിൽ പോയതാണ്. അവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ചയെന്ന് പറയുന്നത് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ പമ്പാ നദീ തീരം, അതുപോലെ തന്നെ ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ല, വിരിവെക്കാൻ ആവശ്യമായ സൗകര്യങ്ങളില്ല. ഈ രീതിയിൽ ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാത്ത ഒരു പമ്പാ തീരമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അതിനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അവിടേക്ക് വിദേശ നിർമ്മിത ടെൻറ്റുകൾ എത്തുന്നു, അത്യാഡംബര സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ആണ് ഈ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതെങ്കിൽ പിന്നെയും ആഴ്ചകൾ കഴിയുമ്പോൾ, അതായത് തുലാമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ അവിടെ ഈ സംവിധാനങ്ങളൊന്നും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ തുലാമാസ പൂജകളുടെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. ആ സമയത്തും യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ ഭക്തർ വലയുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം പരിശോധിക്കുകയാണെങ്കിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഭക്തർക്ക് ആവശ്യമായ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിരുന്നില്ല. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിന് തന്നെ ഇക്കാര്യം തുറന്നു പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. കാരണം കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഒന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പരാജയമായിരുന്നു എന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുറന്നു പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായി. അതേസമയം തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി കോടികൾ ഇങ്ങനെ പമ്പാ തീരത്ത് ചെലവഴിച്ചത്. അതിൽ തന്നെ കൃത്യമായ കണക്കുകൾ നൽകാൻ പോലും കഴിയുന്നില്ല. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തുന്നു എന്ന് മാത്രമല്ല, ദേവസ്വം മന്ത്രി പരസ്യമായി നിയമസഭയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ജനങ്ങളെയും വിശ്വാസികളെയും ഒക്കെ വഞ്ചിക്കുന്ന ഒരു സമീപനം കൂടി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സുരേഷ്, തന്നെയാണ് ദേവസ്വം മന്ത്രിയും സർക്കാരും സാധാരണക്കാരായ ജനങ്ങളെ, ഭക്തരെ അപ്പാടെ വഞ്ചിക്കുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. ഈ തുക പൂർണ്ണമായും തിരികെ നൽകി എന്നാണ് മന്ത്രി പറഞ്ഞത് ദേവസ്വം ബോർഡിന്. എന്നാൽ 3.40 കോടി രൂപ നഷ്ടമായി എന്നാണ് SITയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും രാജീവ് നൽകിയത്.